നമുക്ക് ഇലക്ഷൻ എക്സ്പേഴ്സിൽ മീറ്റ് ദ കാൻഡിഡേറ്റ് ആണ്. ഞാനും വി എസ് രഞ്ജിത്തും നമ്മുടെ PMA സമീറിനെ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. PMA സമീർ റെഡിയാണോ ഗ്രില്ലിങ്ങിന്? യെസ് റെഡി. സജീവ രാഷ്ട്രീയത്തിലെ ഈ രാഷ്ട്രീയത്തിലെ താഴെയുള്ള നീക്കങ്ങളൊന്നും PMA സമീറിന് അത്ര പിടിയില്ലെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പിക്കുന്ന 3 ചോദ്യം ചോദിക്കട്ടെ? ചുമ്മാ പറഞ്ഞാ കുഴപ്പിക്കുന്ന ചോദ്യമൊന്നുമില്ല. എന്ത് PMA സമീറിനോട് ചോദിക്കാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നാട്ടുകാരൊക്കെ ആദ്യം പറഞ്ഞു നമ്മുടെ നേരെ സ്റ്റേറ്റ് ഒക്കെ ചോദിച്ചേക്കാം അല്ലേ? അങ്ങ് കുഞ്ഞാലിക്കുട്ടിയുടെ നോമിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ആക്ച്വലി താങ്കൾ ആരുടെ നോമിനിയാണ്? പാർട്ടിയുടെ, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ളതാണ് എൻ്റെ ഡെസിഗ്നേഷൻ. ഏറ്റവും വലിയതും ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ഡെസിഗ്നേഷൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതൊക്കെ. ഇപ്പോൾ പാർട്ടിയുടെ നോമിനി, കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ നോമിനി. ജനങ്ങളുടെ, തിരുരങ്ങാടി മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ടർ ലിസ്റ്റിലുള്ള ആളുകളുടെയും വരുന്ന കുട്ടികളുടെയും ഒക്കെ പ്രതിനിധിയാണ് സമീർ. ഓക്കെ, അങ്ങൊരു സ്ട്രാറ്റജിസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. മാത്രമല്ല വയനാട് മുസ്ലിം ലീഗിൻ്റെ വീട് നല്ല വീടാണ്, നമ്മളത് പലതവണ പറയുകയും ചെയ്തു അല്ലേ? ആ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്? നമ്മളെ 130 days എടുക്കും എല്ലാം കൂടെ. പ്ലാനിങ് സമയത്ത് കുറച്ചധികം എടുത്തു. കാരണം പ്ലാനിങ് സമയത്താണ് നമ്മൾ അതിൽ വളരെയധികം മൈക്രോ ലെവൽ വർക്ക് ചെയ്തത്. അതിൻ്റെ ടോട്ടൽ മാസ്റ്റർ പ്ലാന്, ആ മാസ്റ്റർ പ്ലാനിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ശരിക്കും അന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഈ PMA സമീർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ വയനാട് പോയി നോക്കിയാൽ മതി അല്ലേ? പുനരധിവാസത്തിന്റെ ആ ഒരു വേഗതയും അതിന്റെ ഭംഗിയും കണ്ടാൽ അതിന്റെ ആർക്കിടെക്ചർ ടോണിയാണ് അല്ലേ? ടോണി ആണെങ്കിൽ പോലും പക്ഷേ നിർമ്മാണ മലബാർ ടെക്കാണ് അതിന്റെ കോൺട്രാക്ടേഴ്സ്. ഏറ്റവും പ്രധാനമായിട്ട് അതൊരു ടീം വർക്കാണ്. PK ബഷീർ MLA നേതൃത്വത്തിലുള്ള ഒരു സബ് കമ്മിറ്റി അതിന് പിന്നിൽ പ്രവർത്തിച്ച തലയാണിത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് ബോധ്യമാവും. അപ്പോൾ മണ്ഡലത്തിൽ എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക്? ഞാൻ എന്നെ ഡിക്ലെയർ ചെയ്ത അന്ന് രാത്രി തന്നെ ഇവര് പ്രവർത്തകരുടെ ഇടയിലേക്ക് വന്നു. എല്ലാ ദിവസവും രാവിലെ റസാഖിനെ പോലെ പുലിക്കുട്ടി കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? റസാഖ് ഉഷാറല്ലേ? ചൂടുണ്ടോ? ഞങ്ങളെ ഫയറാ, നല്ല ചൂടാ. മോർണിംഗ് 6:15 മണ്ഡലത്തിലെത്തും. 6:30 മോർണിംഗ് വാക്ക് ഒരു പഞ്ചായത്തിൽ അതുണ്ടാകും. അത് കഴിഞ്ഞാൽ 8 o'clock ഗുഡ് മോർണിംഗ് വിത്ത് കാൻഡിഡേറ്റ് ഒരു പ്രോഗ്രാം, വിഷൻ മിഷൻ, ടേബിൾ ടോക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. അത് കഴിഞ്ഞാൽ 9:30 to 10 o'clock വീടുകളിൽ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള കിടപ്പിലായ അസുഖമുള്ള ആളുകളൊക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ഈവനിങ് ആകുമ്പോൾ പഞ്ചായത്ത് കൺവെൻഷൻസ്, മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. എല്ലാം ഒരു ഓർഡറിൽ ഇങ്ങനെ ഒരു കോർപ്പറേഷണൽ പ്രൊഫഷണൽ കോർഡിനേഷൻ ഉണ്ടല്ലോ. അവരിന്ന് ഫീൽഡ് അതിനേക്കാളും വലിയ പ്രൊഫഷണൽ സെറ്റപ്പാ. UDFന്റെ പ്രവർത്തകർ മണ്ഡലത്തിലെ ആളുകൾക്ക് എന്താണോ അവരവരുടെ ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയിൽ അവർ വളരെ വ്യക്തമായിട്ട്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയുടെ ഒരു ഇടഞ്ഞു നിന്നതും പ്രതികരണം ഒന്നും ബുദ്ധിമുട്ടാവില്ലല്ലോ അല്ലേ? റിസൾട്ട് വരും, അത്രേ ഉള്ളൂ. തിരിച്ചൊരാക്ഷേപത്തിനൊന്നുമില്ല, ഒരിക്കലുമില്ല. ഒരു ജെന്റിൽമെൻസ് ഗെയിം ആണ് അല്ലേ തിരുവരങ്ങാടിയിൽ? പക്ഷെ അത്ര സേഫ് സീറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. 8000 വോട്ടിനാണ് കഴിഞ്ഞ തവണ കയറിപ്പോയത് അല്ലേ? 8000-ൽ പരം അല്ലേ? 9000. അതിൻ്റെയൊക്കെ എത്രയോ മേലേക്ക് ഭൂരിപക്ഷം പോകും. പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഈ ഇലക്ഷനെ ഓൺ ചെയ്യുന്നുണ്ട്. അതാണ് അവർ കാത്തിരിക്കുന്ന പോലെയാണോ? അവർ തീരുമാനം എടുത്ത് കാത്തിരിക്കുന്ന പോലെ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്താ തോന്നുന്നത് താങ്കൾക്ക്? എല്ലാവിധ ആളുകളും ഈ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് ഇപ്പം നിങ്ങളൊക്കെ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ റിയൽ ടൈം അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അവരെല്ലാം റെഡിയായി പഠിച്ച് ഈ സംവിധാനം, നിലവിലുള്ള സംവിധാനം ഒന്ന് മാറണം. എനിക്ക് തോന്നുന്നത് ഇവിടെ UDFും LDFും അല്ല, സർക്കാരും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പായത്. സർക്കാരും കേരള ജനതയും അല്ലെങ്കിൽ കേരളത്തിലെ 2,70,00,000 ആളുകളും ഒരു ഭാഗത്തും സർക്കാർ ഒരു ഭാഗത്തും. ഇപ്പൊ തിരുവങ്ങാടിയെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തിരുവങ്ങാടിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ ചെമ്മാട്ട ഗതാഗത കുരുക്ക്. ആ ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റുന്നുള്ളത് ഒരു പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. തുടക്കം മുതലുള്ള ചോദ്യം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണല്ലോ. അതിലൊരു എക്സ്പെർട്സ് ഒപ്പീനിയൻ വേണം, അതിനൊരു ടെക്നിക്കലും അതിൻ്റെ ഒരു വയബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് മാത്രമേ അതിലൊരു ശാശ്വത പരിഹാരം സാധ്യമാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനുള്ളൂ. ഈ 25,000 വരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലം തിരുവരങ്ങാടി ഇത് കുറഞ്ഞു വരികയാണ്. സ്വാഭാവികമായിട്ടും ലീഗിന് ആ മണ്ഡലത്തിലൊരു സ്വാധീനം കുറഞ്ഞു വരികയാണെന്നല്ല മനസ്സിലാക്കി. അതിൻ്റെ ഉത്തരം മെയ് 4 നമുക്ക് കാണാൻ കഴിയും. ലീഗിന്റെ സ്വാധീനം തിരുരങ്ങാടി മണ്ഡലത്തിൽ, UDFന്റെ സ്വാധീനം തിരുരങ്ങാടി മണ്ഡലത്തിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ഉള്ള സ്വാധീനം നമുക്ക് നിങ്ങൾ തന്നെ പറയും. ഈ ഡീലിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിരുന്നോ? കേരളത്തിൽ അങ്ങനെ ഒരു ഡീൽ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? CPM BJP ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആക്റ്റീവായിട്ട് ഫീൽഡിലാണുള്ളത്. മീഡിയയിൽ നിന്നും ഡെയിലീസിൽ നിന്നൊക്കെ അറിയുന്നത് സംതിങ് ഈസ് ദെയർ. സംശയിക്കുന്നു. ഓക്കെ,
മലപ്പുറത്ത് വർക്കൗട്ട് ആവും. മലപ്പുറത്തില്ല, മലപ്പുറത്ത് വളരെ നോമിനലാണ്. ഈ രണ്ടത്താണി ഉയർത്തിയ വിമർശനങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ മണ്ഡലം പ്രതിനിധിക്ക് മറുപടി പറയാൻ വേണ്ടി തോന്നുന്നു. റസാഖ് ജി പറഞ്ഞാട്ടെ, എന്താണ് രണ്ടത്താണി ഇടയ്ക്ക് ചെറിയ ടെൻഷൻ അടിപ്പിച്ചു കളഞ്ഞല്ലോ? ഇല്ലല്ല, അതൊരു ടെൻഷനും ഇല്ല. അദ്ദേഹമായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷം 50,000 കടത്തുമായിരുന്നു. ഞങ്ങൾക്കൊരു ആക്റ്റീവ് ഒന്നുകൂടി കൂടുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അദ്ദേഹം അല്ല, രണ്ടത്താണി ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇദ്ദേഹം ഭൂരിപക്ഷം കുറയുന്നതാണോ? അങ്ങനെയല്ല, ഞങ്ങൾ ഇപ്പൊ പ്രവർത്തനത്തിന് ഊർജം കൂടും. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ. മുസ്ലിം ലീഗ് എപ്പോഴും ഞങ്ങളെ CHനെ പറഞ്ഞിട്ട് കിടക്കുന്ന സിംഹമാണെന്നാ. അതിനെ ഉണർത്തരുത്, ഉണർത്തിയാൽ അപ്പൊ കാണാം. മങ്കടയിലും തിരൂരങ്ങാടിയിലും കാണുന്നവരാണ്. മങ്കടയിൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണല്ലോ അപ്പുറത്ത് പോകുന്നത്. അതെ, അതാണ് ഞങ്ങൾ കുന്നത്ത് മുഹമ്മദ്. ഞങ്ങളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഞങ്ങൾ മജീദ് സാഹിബിന് കൊടുത്തതിലും 3 ഇരട്ടി ഭൂരിപക്ഷത്തിന്റെ പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ആണ്, ടെൻഷനൊന്നുമില്ല, തീരെ ഇല്ല. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല ചൂടുണ്ട് അന്തരീക്ഷം. ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ബഡ്ജറ്റ് കാണാം. ക്ഷമിക്കണം. അപ്പൊ ബഡ്ജറ്റില് അന്ന് MLA ആയിട്ട് UDF-ന്റെ ബഡ്ജറ്റ് നമുക്ക് കീറി മുറിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ PMA സഭയിൽ യാത്ര അയക്കുന്നു.